മണിച്ചേട്ടൻ പെട്ടെന്ന് കരയും. ഒരാള് തമാശക്ക് പറഞ്ഞതാ, മീര ജാസ്മിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവേദിയിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് കലാഭവമണിയാണെന്ന്. ശരിയാ. മീര ജാസ്മിന്റെ കുടുംബത്തെ പറ്റി മീര ജാസ്മിനും ഈ അടുത്ത കാലത്തൊക്കെ ചില ചാനലുകളിൽ ഞാൻ കണ്ടായിരുന്നു, നമ്മുടെ ഒരുവിധപ്പെട്ട നടികളൊക്കെ കരഞ്ഞ് ആളുകളോട് പറയുന്നതൊക്കെ. പക്ഷെ ഞാൻ കരഞ്ഞ് പറയാറുണ്ട്. ഞാൻ എൻ്റെ ഒരു പടം കാണണം എന്ന് പറയും കഴിഞ്ഞ ഇത് മറ്റേ 1000-ലൊരുവൻ എന്ന് പറഞ്ഞ പടം കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞ ഒരുപാട് നടന്മാരുണ്ട്. ഇപ്പൊ സുരേഷ് ഏട്ടൻ ഏതൊരു ചാനലിൽ കരഞ്ഞിട്ട് അത് വലിയ വിഷയമാക്കി മാറ്റി. എല്ലാവർക്കും കരയണമെന്ന് താല്പര്യമുണ്ട്, ചിലരൊക്കെ കരയില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളത് തുറന്നു വന്നിട്ട് ഇരുന്ന് കരയുന്നു മാത്രമേ ഉള്ളൂ. അതിലിപ്പോൾ വിഷമമുള്ള ആൾക്കാർക്ക് മനസ്സിൽ വെച്ചാൽ മതി, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് അറിയണ്ട എൻ്റെ കൂടെ, ഞാൻ കരഞ്ഞോളാം. അത് വിചാരിച്ച് കാരണമല്ല, അതൊരു എന്താ പറയാ, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ തുറന്നു പറയുമ്പോൾ, എൻ്റെ നാടൻ പാട്ടുകൾ തന്നെ ഞാൻ പാടിയിട്ട് വീട്ടിൽ കൊണ്ട് കേൾപ്പിക്കുമ്പോൾ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ മൊത്തം വളരെ കാരണം അത് അവർക്കറിയാം, സത്യസന്ധമായിട്ടുള്ള കാര്യം അവർക്കറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർ ആ പാട്ട് കേൾക്കുമ്പോൾ കരയും. യുമ്പായി കുച്ചാണെന്നുള്ള പാട്ടൊക്കെ കൊണ്ട് എൻ്റെ വീട്ടിലിട്ടിട്ട് എൻ്റെ വീട്ടിൽ എന്തോ ഒരു ശ്മശാന മൂകതയായിരുന്നു. കാരണം എല്ലാവരും ഭയങ്കര നിരാശയും. കാരണം അത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. ഞാൻ സ്വർണ്ണക്കണ്ടി മറ്റേ കരണ്ടി വെച്ച് ജനിച്ച ആളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഇനിയും കരയാൻ പറ്റുന്നിടത്തോളം കാലം ഞാൻ കരയും ചെയ്യും. ആളുകളെ ചിരിപ്പിക്കാൻ പറ്റുന്നിടത്തോളം കാലം ചിരിപ്പിക്കുകയും ചെയ്യും. ഉള്ള ബുദ്ധി വെച്ചിട്ട് ചിന്തിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ചിന്തിപ്പിക്കുകയും ചെയ്യും. അത് എനിക്ക് ഇതിനകത്ത് ത്രാണിയുള്ള കാലം വരെ അത് ഞാൻ ചെയ്യും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മണിച്ചേട്ടൻ പറഞ്ഞ് പെട്ടെന്ന് പ്രതികരിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യം പെട്ടെന്ന് ദേഷ്യപ്പെടും. മണിച്ചേട്ടൻ എപ്പോഴെങ്കിലും ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടോ? ഞാനാ എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷൻ ഞാൻ പെട്ടെന്ന് അങ്ങനെ പേടി തോന്നണമെന്ന് പറഞ്ഞാൽ, കാരണം ഇപ്പൊ ഈ അടുത്ത് ഓറഞ്ച് എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ അതിൽ യൂണിറ്റിൽ ഒരു പയ്യനെ ഷോക്ക് അടിച്ചു. ഈ പയ്യൻ തെറിച്ചു പോയി. അപ്പൊ ഞാൻ പറയും ചെയ്തു, കറണ്ട് പോയില്ല, എന്ത് പറ്റിയെന്ന് വെച്ചു. അപ്പൊ ഈ പയ്യനെ ഷോക്ക് അടിച്ചിട്ടാണ് വീണത്. അപ്പൊ നല്ല ശരീരമുള്ളൊരു പയ്യൻ. ആ പയ്യനെ ഞാനും അടക്കം യൂണിറ്റിലെ എല്ലാ ആളുകളും കൂടി എടുത്തുകൊണ്ടുമാണ്. അത് അന്നൊരു കാന കീറിയിട്ടുകൊണ്ട് എത്രയോ ഒരു എന്താ പറയാ 350 മീറ്റർ അകലെയാണ് വഴി കിടക്കുന്നത്. ഇയാൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇവന്റെ ഒരു വെപ്രാളം കാണണം. അപ്പൊ ഞാൻ പറഞ്ഞ മോനെ ഞാനടാ മണിച്ചേട്ടനാടാന്ന് പറയുമ്പോ ഒരു പ്രത്യേക ഒരു കയ്യിലൊരു മുറുക്കല് നമ്മുടെ കൈ കിട്ടിയിട്ട് മോനെ മണിച്ചേട്ടനാ എവിടെയൊക്കെ കണ്ണ് നിറഞ്ഞിട്ട് എന്തോ അവർക്ക് ഒരു പക്ഷെ നമ്മളും കൂടി പോകുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന എന്തോ ഒരു സപ്പോർട്ടിങ്ങിന് ഒരു പ്രൊട്ടക്ഷൻ ഒരാൾ വരിക എന്നൊക്കെ പറയില്ലേ. ആ പയ്യന്റെ വെപ്രാളം കണ്ടപ്പോൾ ഞാൻ വല്ലാണ്ടായി. ഇപ്പൊ കുറെ ആൾക്കാർ കയറി അവനെ നെഞ്ചത്ത് ഞെക്ക. അപ്പൊ അവൻ കരയണം, അയ്യോ എനിക്ക് ശ്വാസം കിട്ടണില്ല എന്നൊക്കെ പറയുമ്പോൾ എവിടെയോ ഒരു വേദന കിടക്കില്ല രഞ്ജിത്തെ. അതൊക്കെ എനിക്ക് വളരെ പേടി തട്ടുന്ന സംഭവങ്ങളാണ്. പിന്നെ ഞാൻ ഒരുപാട് എപ്പിസോഡുകളിൽ പറയാറുള്ളതാണ്, ഈ ആംബുലൻസ് നമ്മൾ പോണ വണ്ടിക്ക് ഓപ്പോസിറ്റ് ആംബുലൻസ് പോകുമ്പോൾ എനിക്ക് വലിയ വിഷമമാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, അയ്യോ പോണ ആൾക്ക് ജീവനുണ്ടെങ്കിൽ കുഴപ്പങ്ങളൊന്നും വരത്തല്ലേ, അസുഖം പെട്ടെന്ന് മാറണേ എന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ നന്നായിട്ട് പേടിക്കാറുണ്ട്. എന്നെ പറ്റി ഞാൻ ഒന്നിനും പേടിക്കാറില്ല. ഇല്ല, എനിക്ക് പേടിയുടെ ആവശ്യമില്ല, ഞാൻ പേടിക്കില്ല. അത് അങ്ങനെയത് കൊട്ടേഷൻ തന്നാൽ പോലും പേടിക്കത്തില്ല. എനിക്ക് കൊട്ടേഷൻ അങ്ങനെ തരേണ്ട ആൾക്കാരില്ല. പിന്നെ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയൊക്കെ. അതുകൊണ്ട് നമുക്ക് വിഷമങ്ങളൊന്നും ഇല്ലാത്ത ആളാ. എല്ലാരും എന്റെ പ്രേക്ഷകര് വരെ എന്റെ സ്വഭാവമുള്ള ആൾക്കാരാ. എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ കൂട്ടുകാരന്മാര് കുറെ ആൾക്കാരുണ്ട്. അവരൊക്കെ ഞാൻ പറയുന്ന പോലെ പറയുന്ന ആൾക്കാരാ. അന്ന് നോക്കടാ പണി എന്ന് പറയുന്ന ആൾക്കാരാ. അതുകൊണ്ട് മണിച്ചേട്ടൻ ഈ കൊട്ടേഷൻ പശ്ചാത്തലത്തിൽ അഭിനയിച്ചൊരു സിനിമയിലാ. കൊട്ടേഷൻ പശ്ചാത്തലത്തിൽ ഇപ്പൊ നമ്മള് മൂഴിക്കണ്ടം ബാസി, അത് ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞ പടാ. പക്ഷെ ഒരു കൊട്ടേഷൻ പടാണെങ്കിലും അതിലൊരു നന്മയുടെ ഒരു വശം കിടപ്പുണ്ടാവും. ആ പൈസ കിട്ടുന്ന ഇവിടെ ഒരുവിധപ്പെട്ട കൊട്ടേഷൻ ആൾക്കാരൊക്കെ നല്ല മനുഷ്യന്മാരാണെന്ന് ഞാൻ പറയല്ലേ. മലയാള സിനിമയിൽ മാത്രമുള്ളൂ ഗുണ്ടകൾ എന്ന് പറയുന്ന ആൾക്കാർ ഭയങ്കര തടിയും ഇതൊക്കെ വെച്ച് കിടക്കണം. നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലെ കൊട്ടേഷൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ നന്മയും അതിനകത്തെ ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതും കൂടി ചിന്തിച്ച് നോക്കിയായിരുന്നെങ്കിൽ അവരായിരിക്കും ഏറ്റവും നല്ല ആൾക്കാരെന്ന് ഞാൻ പറയുള്ളൂ. വേറെ ഒന്നുകൊണ്ടല്ല, ഒരു സഹായം ചെയ്യാനുള്ള സന്മനസ് അവരുടെ മനസ്സിൽ ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെ. ഞാൻ ഈ അടുത്ത് ജയിലിലൊരു പരിപാടിക്ക് പോയപ്പം അവിടെ എത്രയോ കൊലപാതകം ചെയ്ത ആൾക്കാർ വരെ രഞ്ജിത്ത് അതിനകത്ത് കിടക്കണേ. ആ ആള് എത്രയോ എന്തൊക്കെയോ സംഭവങ്ങൾ ചെയ്ത കുറെ ആൾക്കാർ, അവരെ നമ്മൾ കാണുമ്പോൾ ജയിലിനകത്ത് പോയി കാണുമ്പോൾ നമുക്ക് പേടി തോന്നാം. പക്ഷെ എനിക്ക് പേടിയല്ല തോന്നിയ. എനിക്ക് അവരെ കണ്ടപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് മിമിക്രിയും പാട്ടുകളും ഒക്കെ ഞാൻ പാടിയ. അവര് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ നിന്ന് ചിരിക്കായിരുന്നു. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്തു നോക്കിയാൽ നമ്മൾ മൂത്രമൊഴിക്കും. അവരുടെ മുമ്പിലാണോ ഇരുന്നതെന്ന് പറഞ്ഞിട്ട്. അതെ, അത്രയും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ മുഖമൊക്കെ കണ്ടാൽ തന്നെ അറിയാം.
എന്നിട്ട് അതിനകത്തൊരാൾ എന്നെ പറ്റി കവിത എഴുതി. ആ കവിത കേൾക്കേണ്ടതാണ്. കലാകാരന്മാർ അവിടെ ഉണ്ടെന്നുള്ളതാണ്. കൊലാകാരന്മാർ മാത്രമല്ല, അവിടെയും നല്ല മനുഷ്യന്മാരുണ്ട്. ഒരിക്കലും നമ്മള് സ്റ്റാമ്പ് അടിച്ചു വിടല്ലേ, ഇവങ്ങനെ അങ്ങനെ പോയാൽ പിന്നെ അങ്ങനെ തന്നെ പോവുള്ളൂ. ഒന്നും ഉപദേശിക്കാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്നാവും. ഇപ്പൊ രഞ്ജിത്ത് പറയുന്നത് മണിച്ചേട്ടനും ഉപദേശിക്കാൻ ആളുണ്ടെന്നുണ്ടെങ്കിൽ ഞാനും നന്നായാനേ എന്നായിരിക്കും. അപ്പൊ ഇതിനകത്തൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങനത്തെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും കൊട്ടേഷനായിട്ട് അഭിനയിച്ച ഇന്ദ്രജിത്തിലെ മൂഴിക്കണ്ടം ബാസി, ആ മൂഴിക്കണ്ടം ബാസി ഒരു സീനുണ്ട്. സ്വന്തം തന്ത തന്നെ വരുമ്പോഴും കത്തിയെടുത്തിട്ട് കുത്താനമാണ്. അതാ പറഞ്ഞ ഒരു ഗുണ്ട ഊണിലും ഉറക്കത്തിലും ഒരു കത്തി തലയ്ക്കകത്ത് വെച്ചോളാം എന്നാ പറഞ്ഞേക്കണെന്ന് പറഞ്ഞാൽ. ഇത് നിങ്ങളാരും ഗുണ്ടയാവാനോ തല്ലു പിടിക്കാൻ പോകാനോ വഴക്ക് കൂടാനോ വെട്ടിന് പോകാനോ ബോംബെറിയാനോ പോകാൻ വേണ്ടിയിട്ടല്ല. രഞ്ജിത്ത് ചോദിച്ചതിന്റെ പുറകെ നമുക്ക് ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞ സിനിമയിലെ സ്വന്തം അച്ഛൻ രാജൻ പി ദേവ് വരുമ്പോൾ ഒരു വെപ്രാളം കാണിക്കുന്നുണ്ട്. ആ വെപ്രാളത്തിൽ കൂടെയും അതുകൂടാണ്ട് ഇയാൾ ചെയ്യുന്ന നന്മയുണ്ട്. അതിന്റെ ഒരു ചെറിയ ക്ലിപ്പിങ്സ് നമുക്ക് കാണാം. ഇത് കഴിയാറായോ? ഇപ്പോൾ അല്ലേ ഒരു 10 മിനിറ്റ് കൂടി. ലാസ്റ്റ് എപ്പിസോഡ് കഴിയുമ്പോൾ നമുക്ക് എഴുതി കാണിക്കണ്ടേ തടവൽ കോട്ടസി. അതെ, എന്താണ് ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് കടപ്പാട് നിർത്തി കഴിഞ്ഞാൽ എന്റെ കാലും ഇതാവും. ഇത് ഇപ്പൊ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷൂട്ടിംഗ് നടക്കും, രണ്ടും കൂടി നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിന്റെ കൂട്ടത്തൊക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മണിച്ചേട്ടൻ ഇപ്പൊ രാവിലെയും അവിടെ ആള് വെയിറ്റ് ചെയ്യല്ലേ കാണാനായിട്ട്? അത് നമ്മുടെ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എനിക്ക് തടസ്സമില്ല. ഒരുപാട് ആൾക്കാർ വരും, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ ഇള്ളപ്പിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല മണിച്ചേട്ടനത് എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരുപാട് ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയിട്ട് കാര്യമില്ലല്ലോ രഞ്ജിത്തെ. നമ്മൾ എന്തിനാ അങ്ങനെ ബുദ്ധിമുട്ട് തോന്നണത്? ഇതെല്ലാം ഈശ്വരൻ തന്നതാ. ആ ഈശ്വരൻ തന്നത് എന്തായാലും നമ്മളൊക്കെ ചത്തു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പോകണില്ല. 10 പൈസ കൊണ്ടുപോയില്ല, ഒക്കെ ഇവിടെ വെച്ചിട്ട് തന്നെ പോകണം. പിന്നെന്താണ്? അല്ല ഇതിന്റെ പേരിൽ ആരെങ്കിലും ഒക്കെ ചീറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? കാരണം മണിച്ചേട്ടൻ ഇങ്ങനെ ഇഷ്ടം പോലെ എത്രയോ ആൾക്കാരെന്നെ പറ്റിച്ചിട്ടുണ്ട്. അപ്പൊ അർഹിക്കുന്ന ആൾക്കാർക്ക് കിട്ടാതെ പോവുക അങ്ങനെ കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് ചെറിയ വിഷമം. അങ്ങനെ നമ്മൾ വന്നിട്ട് കിട്ടാതെ പോകുന്ന ആൾക്കാർ പറഞ്ഞിട്ട് പോവുകയും ചെയ്യും. എന്നാലും ഞങ്ങൾ വന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടു. മണിച്ചേട്ടൻ അങ്ങനെ ആരെങ്കിലും പറ്റിച്ചേട്ടെന്തെങ്കിലും പിന്നീട് തോന്നിയിട്ടുണ്ടോ? പക്ഷെ എന്നെ മനഃപൂർവ്വം ചീറ്റ് എന്നെ എത്രയോ പ്രാവശ്യങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോ നമ്മൾ വെച്ചാൽ തിരക്കിയിട്ടൊക്കെ നമ്മള് എന്താണ് ആരാണ് വല്ല പഞ്ചായത്ത് മെമ്പറോ വീടിൻ്റെ അടുത്തുള്ള അറിയാവുന്ന പള്ളിയോ അതിലൊക്കെ ആയിട്ടൊന്ന് വിളിച്ച് അവരായിട്ട് ഫോണിൽ കൂടെ ചോദിച്ച് എങ്ങനെയാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന. എനിക്ക് എൻ്റെ അവിടെ വന്നിട്ട് വാച്ചും പിന്നെ അതേമാതിരി കമ്മലും മാലയും കൂരി വെച്ചിട്ട് ഓട്ടർഷ ഒതുക്കിയിട്ടിട്ട് വീട്ടിൽ വരുന്ന എത്രയോ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ അത് കാണുമ്പോൾ തന്നെ ഞാൻ അവരുടെ മുഖത്തേക്ക് ചിരിക്കുകയാണ്. അവരും അങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഈ വരുന്നവരൊക്കെ എത്രയോ ദൂരെന്ന് വരുന്ന അമ്മമാരും എത്രയോ ആൾക്കാരാണ്. നമുക്ക് അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മളത് അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ നല്ലത്. കാരണം അതൊരു വേറെ മേഖലയായിട്ട് കിടന്നോട്ടെ. നീ മണിച്ചേരനെ പറ്റി ഈ പരാതികൾ പറയുന്നവര് അല്ല ഇതിൽ കൂടെ പറഞ്ഞു എന്നുള്ളൊരിത് വേണ്ട. തീർച്ചയായിട്ടും കുറെ നാളുകൾക്ക് ശേഷം രഞ്ജിത്തിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് മുരളിച്ചേട്ടൻ. അന്ന് രഞ്ജിത്ത് ഇത്ര തടിയുമില്ല, പിന്നെ അതേമാതിരി മെലിഞ്ഞിട്ടായിരുന്നു. പക്ഷെ സുന്ദരൻ അന്നും സുന്ദരൻ തന്നെയായിരുന്നു. ആരും കേട്ടോട്ടെ, നമ്മള് അങ്ങനൊന്നും പറഞ്ഞ ആരും അറിയിക്കണ്ട. 95 കേരള യൂണിവേഴ്സിറ്റി വിൻ ചെയ്തപ്പോഴാണ് പ്രസാദേട്ടൻ ഗിന്നസ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞ് വിളിച്ച് മണിച്ചേട്ടനൊപ്പം എനിക്ക് വരാനുള്ളൊരു ഭയങ്കര ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ മണിച്ചേട്ടനൊപ്പം അന്ന് എന്നെ വിളിച്ചെന്ന് പറയുന്ന നടന്മാരുടെ ശബ്ദം പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ അന്ന് മുരളിച്ചേട്ടൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് അന്ന് മണിച്ചേട്ടൻ്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് നമുക്കൊന്നും കൂടെ പൂമാലയിട്ടെന്നും പറഞ്ഞ് പൂക്കടക്കാരന്റെ സ്വന്തം കൂടോ ഭാര്യ. എടോ വിശ്വം, താൻ അവിടെ പോണം, അവളെ പോയി കാണണം. പൂക്കൃത്രം പറഞ്ഞാ മോന്തക്കിട്ടൊരു ഈറുകൊടുക്കണം നീ. മറ്റൊന്നും കൊണ്ടല്ല ഞാനിത് പറയുന്നത്. നിന്റെ പെങ്ങളാടോ അവള്, നിന്റെ പെങ്ങള്, നിന്റെ രക്തം. പക്ഷെ എനിക്ക് അന്നത്തെക്കാൾ കുറച്ചും കൂടി ഭയങ്കര രസമായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നണം. ഇപ്പൊ വീണ്ടും പിന്നെ ശബ്ദത്തിന് കുറച്ച് മിമിക്രിക്ക് വീണ്ടും നല്ല മാർക്കറ്റ് തുടങ്ങിയതോടുകൂടി വീണ്ടും ഞാൻ ശക്തമായി മിമിക്രിയിലേക്ക് പോയി തുടങ്ങി. ഇടയ്ക്ക് വെച്ചൊക്കെ ആൾക്കാർ പറയും മിമിക്രിക്കാരനാന്നൊക്കെ പറയുമ്പോഴത്തേക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും ഞാൻ ശരിക്കും സിനിമാ നടനാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ തന്നെ കല്യാണം കഴിക്കാനായിട്ട് ഒരുപാട് ഓടി നടന്നു പെണ്ണ് കിട്ടാനായിട്ട്. സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവരും മോശക്കാരാണെന്ന സിനിമ ഒരു മോശം മേഖലയായിട്ട് തോന്നാൻ പാടില്ല. മിക്ക ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ചിലര് പറയാം നിനക്കെറ്റിട്ടാ വഴി നമ്മൾ സിനിമയിൽ അങ്ങനെ സിനിമയിൽ അഭിനയിച്ച് നടന്ന ജോലിക്കും പണിക്കൊന്നും വേണ്ട, ഇവിടെ ജോലി ഇല്ലാത്ത മാതിരിയാ. ചിലര് പറയും
എന്റെ മോനെ ഇവിടെ 7ാം ക്ലാസ് 5ാം ക്ലാസ് പഠിച്ച് തോറ്റ് നിൽക്കുന്നുണ്ട്. നിങ്ങൾ വേണേൽ സിനിമയിലേക്ക് കൊണ്ടുപോക്കോ. ഇതൊന്നും അങ്ങനെയൊന്നും ഇല്ലാത്തൊരു മേഖലയാന്ന് തോന്നുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇത് അങ്ങനെയൊന്നല്ല. മിമിക്രി നല്ലതാണ്, സിനിമയും നല്ലതാണ്. എന്തായാലും കുറച്ച് തമിഴ് സിനിമകളെ കുറിച്ചൊക്കെ പ്രേക്ഷകർക്ക് അറിയണം. മലയാള സിനിമകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മണിച്ചേട്ടൻ പറഞ്ഞു. തമിഴ് സിനിമകളെ കുറിച്ച് പ്രേക്ഷകർക്ക് അറിയണം എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞേക്കാം. തമിഴിൽ ഏറ്റവും കൂടുതൽ ഞാൻ വില്ലൻ വേഷങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കുറച്ച് കഴിഞ്ഞതിൽ കാണിച്ചിരുന്നു, ജെമിനി ഒക്കെ കാണിച്ചിരുന്നു. പക്ഷെ എനിക്ക് അടുത്ത കാലത്ത് അഭിനയിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഇത് വേൽ എന്ന് പറഞ്ഞ പടം ഉണ്ടായിരുന്നു. അതില് സൂര്യയാണ് അഭിനയിച്ചത്. അതിനകത്ത് എന്നെ പാമ്പ് കടിച്ചിട്ട് സീനുണ്ട്. പാമ്പ് കടിച്ചു കഴിഞ്ഞിട്ട് കാലില് പാമ്പ് കടിച്ചിട്ട് പോവും. എന്നിട്ട് ആ കാല് തന്നെ ഇരുന്നിരിപ്പിൽ തന്നെ നമ്മുടെ വായലിക്ക് കാല് വെച്ചിട്ട് നമ്മൾ പിന്നെ ആ പാമ്പിനെ പറ്റി പറയുന്ന രംഗമുണ്ട്. അത് നല്ല ഒരു ബെസ്റ്റ് സീനായിട്ട് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും നമുക്ക് വേൽ എന്ന് പറഞ്ഞ പടത്തിലെ നമുക്ക് ആ വില്ലൻ കഥാപാത്രം ഭയങ്കര രസമായിട്ടുള്ള വേഷമാണ്. നമുക്ക് ആ വേലിലൊരു രംഗം കാണാം. ഒരുപാട് പരിപാടികൾക്കായി മണിച്ചേട്ടൻ്റെ കൂടെ പോകുമ്പോൾ ഒരു ഗുണമുണ്ട്. കാര്യം എയർപോർട്ടിലൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോകും. കാരണം പറയാൻ കാരണം എല്ലാ ഭാഷകളിലും ഇപ്പൊ ഏകദേശം ഒരുമാതിരിപ്പെട്ട ഭാഷകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആൾക്കാർ അങ്ങനെയൊക്കെ തിരിച്ചറിഞ്ഞ് ഒരുപാട് കാര്യത്തിൽ ഗുണകരമായിട്ടുള്ള ഒരുപാട് സഹായങ്ങൾ ചെയ്യാറുണ്ട്. പുറം രാജ്യങ്ങളിൽ പിന്നെ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ആൾക്കാരും തമിഴും പിന്നെ കന്നഡ തെലുങ്ക് ആൾക്കാരൊക്കെയാണ്. അതെ അതെ അതെ. ഈ തമിഴ് പിന്നെ ഞാൻ തമിഴ് ഭാഷയെ തന്നെ അല്ല മണിച്ചാൻ അവിടെ എയർപോർട്ടിൽ അവരോട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത് കുഴപ്പമില്ല. തമിഴ് എനിക്കറിയാം. തമിഴ് ഞാൻ ആദ്യമേ തമിഴ് എന്നെ പഠിപ്പിച്ചാൽ ചാലക്കുടിയിൽ അക്കര തിയേറ്ററിന് ഒരുപാട് പങ്കുണ്ട്. കാരണം ആദ്യമേ കുഞ്ഞുനാൾ മുതൽ അക്കര തിയേറ്ററിൽ പോയിട്ട് തമിഴ് പടങ്ങൾ കണ്ട് തമിഴ് പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ തമിഴ് സിനിമകൾക്ക് ഞാൻ തന്നെയാണ് ഡബ് ചെയ്യാറ്. അപ്പൊ ഈ സിനിമയിലെ ഡയലോഗ് എങ്ങനെ പഠിച്ചിട്ട് അത് ഓൾറെഡി കാണാതെ പഠിക്കുമോ? അല്ല പഠിക്കും. നമ്മൾ അവർ പറഞ്ഞു തന്നെ നമ്മൾ അപ്പന്നെ പഠിച്ചിട്ട് അതേമാതിരി പറയുന്നതാണ്. അപ്പൊ ആ തമിഴ് കുഴപ്പമില്ല. പിന്നെ തെലുങ്ക് പടങ്ങളിൽ പറഞ്ഞത് അവർ കേട്ടിട്ട് നമ്മളത് പ്രോമിറ്റ് ചെയ്യും. അവർ പ്രോമിറ്റ് ചെയ്ത് തരുന്നത് നമ്മൾ കേട്ടിട്ട് നമ്മളത് പറയും. പക്ഷെ ഡബിങ് ചെയ്യാറില്ല തെലുങ്കില്. തമിഴ് ഞാനും ചെയ്യാറ്. തമിഴില് ഭയങ്കരമായിട്ട് ഡയലോഗൊക്കെ പറഞ്ഞ പടമുണ്ട്. പുതിയ ഗീത എന്ന് പറഞ്ഞ വിജയുടെ പടം. പുള്ളി വിജയ് എന്ന് പറഞ്ഞ ആള്, അദ്ദേഹം ആ സാറ് ആരോട് അധികം അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. സെറ്റിൽ അങ്ങനെ ഒതുങ്ങി കൂട്ടിരിക്കുള്ളൂ. പക്ഷെ ആ സെറ്റിൽ ഞാൻ ചെന്നതിന് ശേഷം പുള്ളി ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്തെന്നുള്ളതാണ്. അപ്പൊ അവിടെ നിൽക്കണ എല്ലാ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ പറയും, സാർ விஜய் சார் வந்து யாருக்கிட்டையும் பேச மாட்டேங்க சார், சும்மா வந்து ஓரமாக உட்காந்துருப்போம். ஆனால் நீங்கள் வந்ததுலேருந்து அவர் ரொம்ப ஜாலியாக இருக்கா சார், நீங்கள் காமெடி எல்லாம் பண்ணி அவரை ரொம்ப ரசிக்க வச்சுட்டேன்னு. ഞാൻ അതുകൊണ്ട് തന്നെ ആ പടത്തിൽ തന്നെ പുതിയ ഗീതയിൽ കത്തി പൊട്ടിത്തെറിക്കുന്ന ഒരു സീനുണ്ട്. അതായത് വിജയ് സാറ് മരിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആശുപത്രിയിൽ ചെന്നിട്ട് ഒരു കാറിൻ്റെ, അപ്പോൾ ഈ കാറ് ഗ്ലാസ് ഇടിച്ച് പൊളിക്കും വേണം. അപ്പോൾ അതിൽ ഡയറക്ടർ പറഞ്ഞു, സാറ് നമുക്ക് ഫൈറ്റിൽ ആരും വന്നിട്ടില്ല, അതുകൊണ്ട് ഈ കൈ കൊണ്ട് ഇത് ഇടിച്ച് പൊളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ കൈക്ക് ഇടിച്ച് പൊട്ടി കഴിഞ്ഞാൽ കൈ പൊളിയോന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ഇടിച്ചു നോക്കാം, നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യുക, ഗ്ലാസ് പൊട്ടിയാൽ അതൊക്കെ, ഇല്ലെങ്കിൽ കൈ പൊട്ട അല്ലെങ്കിൽ ഗ്ലാസ് പൊട്ടുന്നുണ്ട്. പക്ഷെ ആ പടത്തിന്റെ രംഗം കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ കൈ കൊണ്ട് ഞാൻ ഈ ഗ്ലാസ് ഒരൊറ്റ ഇടുക്കി ഇടിച്ചിട്ട് പൊളിയുണ്ട്. അത് ഷുഗർ ഗ്ലാസ് ആണത്, അങ്ങനെ ഇടിച്ചിടണ്ട അതിനകത്ത്. വേറെ ആയിട്ട് ടെക്നിക് പരമായിട്ട് തട്ടി പൊട്ടിക്കാനും പറ്റില്ല, ഫൈറ്റിന്റെ ആൾക്കാരെന്നെ അതെങ്കിലും പൊട്ടിച്ചാനെ. അപ്പൊ ആ പടത്തിൽ തന്നെ അതിമനോഹരമായ സീനുണ്ട് നമുക്ക്, പുതിയ ഗീത എന്ന് പറഞ്ഞ പടത്തിൽ. ആ സീനും കാണാം, ഗ്ലാസ് പൊട്ടുന്ന സീനും കാണാം, എന്റെ കൈ പൊട്ടിയോ അല്ലെങ്കിൽ ഗ്ലാസ് പൊട്ടിയോ എന്ന് നമുക്ക് കാണാം. എനിക്ക് ഷൂട്ടിങ്ങിന് പോകാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ കാടുകളാണ്. കാടിനകത്ത് പോകാൻ തന്നെ ഒരു പ്രത്യേക മൂഡാണ്. ഞാൻ സ്വതവേ ഈ അടുത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പ് പറമ്പിക്കുളത്തെ ഷൂട്ടിങ്ങിന് വേണ്ടിയായിരുന്നു. അവിടെ ഞാൻ താമസിച്ചിരുന്നതും ഒരു ഏറുമാടത്തിൻ്റെ മുകളിലേക്കാണ്. അപ്പോൾ അവിടെ ഏറുമാടത്തിൻ്റെ മുകളിൽ താമസിച്ചപ്പോൾ അവിടുത്തെ എനിക്കന്നൊരു മാരുതി സെൻ കാറായിരുന്നു. അപ്പോൾ ഈ കാറ് കൊണ്ടിട്ടപ്പോൾ തന്നെ അവിടുത്തെ ഓഫീസേഴ്സ് സാറൊക്കെ പറഞ്ഞു, മണി കാറ് ഇവിടെ ഇടണ്ട, കാറ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആനയൊക്കെ വന്നിട്ട് ഇറങ്ങി സൈഡൊക്കെ കുറച്ചിട്ടു, അതുകൊണ്ട് വണ്ടി നീക്കിയിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ നീക്കിയിടാൻ പറഞ്ഞു. അന്ന് രാത്രി തന്നെ ഞാൻ താമസിക്കുന്ന ഏറുമാടം, ആ ഏറുമാടത്തിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് അല്ലാതെ വേറൊരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ മൊത്തം കറണ്ട് പോകും. അപ്പോൾ എൻ്റെ പയ്യൻ്റെ അടുത്ത് പറഞ്ഞു, കൂടെയുള്ള അസിസ്റ്റൻറ്റ് പയ്യൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ആ സ്വിച്ച് മാത്രമേ ഇടാവൂ, മറ്റേ സ്വിച്ച് ഇടരുത്, കാടാണ്, കറണ്ട് പോയാൽ മൊത്തം പെട്ടുപോകും, നമ്മൾ ഏറുമാടത്തിൻ്റെ മുകളിൽ താമസിക്കുന്ന ആന ഇറങ്ങണ സ്ഥലമാണ്. അപ്പോൾ കരടി കയറാതിരിക്കാൻ വേണ്ടി, സാധാരണ കരടികളൊന്നും ചെറിയ മരത്തിൽ കയറില്ല, കാരണം കരടിയുടെ കൈ ഒരിക്കലും ഇങ്ങനെ കൂടില്ല, കരടിയുടെ കൈ ഇങ്ങനെ ഇരിക്കുള്ളൂ. അതുകൊണ്ട് വലിയ ഈ തേക്ക് മരത്തിലാണ് ഈ ഏറുമാടം കെട്ടിയിരിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, ആ ഡോറ് തുറന്ന് ഇവൻ റൂമിൻ്റെ ചാവി എടുക്കാൻ വേണ്ടി തുറന്നിട്ട് ഡോർ അടച്ചപ്പോൾ കാറിൻ്റെ ചാവിയും ഡോറിൻ്റെ ചാവിയൊക്കെ അതിനകത്ത് തന്നെയായി. അപ്പോൾ 2 ചാവി അതിനകത്തായി. പിന്നെ യൂണിറ്റിലെ ചിത്രാഞ്ജലി യൂണിറ്റിൽ എല്ലാവരും കയറി കാറിൻ്റെ അടിക്കോടെ സ്ക്രൂ ഒക്കെ ഇട്ട് കൊടക്കമ്പിയൊക്കെ വെച്ച് തുറന്ന് ഡോറ് തുറന്ന് റൂമിൻ്റെ താക്കോലെടുത്തു, വണ്ടിയുടെ താക്കോലെടുത്ത് വണ്ടി ക്ലോസ് ചെയ്തു, നേരെ ചെന്നു റൂമിലേക്ക് കയറിയ ഇടരുത് എന്ന് പറഞ്ഞ സ്വിച്ച് ആവും പോയിട്ട് ഇട്ടു.
വേറൊരു അനക്കുമില്ല, കറണ്ടും ഇല്ല, ഒന്നുമില്ല. ഒരു രാത്രി മുഴുവൻ പേടിച്ച് വിറച്ച് അങ്ങനെ പറമ്പിക്കുളം കാടിനകത്ത് ഞാൻ താമസിച്ചു. ആന എപ്പോഴും ഇറങ്ങണ സ്ഥലമാണ്. പക്ഷെ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക സുഖമുള്ളൊരു പടമായിട്ട് എനിക്ക് തോന്നി. ആ പടത്തിൻ്റെ പ്രത്യേകത ഞാൻ ഒറ്റയ്ക്ക് അതിൽ അഭിനയിച്ചിട്ടുള്ളൂ. പാട്ടും എല്ലാ പാട്ടുകളും പാടിയിരിക്കുന്നത് ഞാൻ തന്നെയാണ്. അതിൽ അഭിനയിച്ചപ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടിയൊരു കുട്ടിയാനുണ്ട്. ആ കുട്ടിയാനെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ തമാശ പറഞ്ഞിട്ടായാലും ഒരു സ്നേഹമുള്ള മനുഷ്യനാണ്. ആളുടെ പേര് ജയചന്ദ്രൻ എന്നാണ്. വീട് പറഞ്ഞോളൂ. തിരുവനന്തപുരം. വീട് ചെമ്പഴന്തിയിലാണ്. ചെമ്പഴന്തിയിലാണ്. ആ പടത്തിന്റെ മേക്കപ്പ് മാൻ ആയിരുന്നു അല്ലേ? ഗാർഡിന്റെ മേക്കപ്പ് മാൻ ആയിരുന്നു. നമ്മൾ തമ്മിൽ ശരിക്കും എത്ര പടം വർക്ക് ചെയ്തിട്ടുണ്ട്? എന്തായാലും ഒരു 20 പടം അത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗാർഡിനെ കുറിച്ചുള്ള ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താ പറയാൻ? കാടിന് ആ മാഞ്ചള്ള് കൊള്ളതിൻ്റെ പ്രയാസം ഇന്നും തീർന്നിട്ടില്ല. ശരീരം ഫുള്ള് കടിച്ചില്ലാതെയായി. മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണ ഇട്ടാണ് കിടന്ന് തേച്ച് ഫുള്ളായിട്ട് തേച്ചിട്ട് എന്നിട്ട് നമുക്ക് ഉറക്കാൻ പറ്റത്തില്ല. ചൊറിഞ്ഞ് ഡോക്ടറെ കാണാൻ വരുമ്പോൾ ഡോക്ടർ മരുന്നിന് വരുമ്പോൾ നഖം വളർത്തിയാൽ മതി. നഖം വളർത്തിയാൽ മാത്രം മതി എന്ന് പറഞ്ഞാൽ വേറെ മരുന്ന് കഴിക്കണ്ട, ഈ മരുന്ന് അസുഖം മാറാനായിട്ട് നഖം വളർത്തിയാൽ മതി ജയചന്ദ്ര എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, അന്ന് ഒരു പ്രത്യേകത, ആ കാടിനൊരു മാഞ്ചള്ളുണ്ട്. അപ്പൊ ഈ മാഞ്ചള്ളി ഈ രോമത്തിന്റെ ഉള്ളിലേക്ക് കയറും. ക്യാമറമാനൊക്കെ ക്യാമറ സ്റ്റാർട്ട് ചെയ്യണത് ഓക്കെ മാന്തിയിട്ടൊക്കെ ആയിരുന്നല്ലേ? കടിച്ച് വെണ്ണീർ ഇത് കടിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഉണങ്ങൂല. അല്ല, നമ്മളിത് മണ്ണെണ്ണയൊക്കെ പരച്ചിട്ടാണ് സാധാരണ സിനിമയിൽ അഭിനയിക്കുന്ന സിനിമാ നടന്മാരൊക്കെ എല്ലാവരും പെർഫ്യൂം അടിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. മണ്ണെണ്ണ അടിച്ചിട്ടാണ് അഭിനയിക്കാൻ വന്നിരുന്നത്. മണ്ണെണ്ണയ്ക്ക് മാത്രമേ ഇതിനെ നമുക്ക് കടിക്കാതിരിക്കാൻ, എന്നെ മാത്രമേ കടിക്കാത്തുള്ളൂ. അത് മാഞ്ചള്ളിന് പോലും ഇഷ്ടമല്ല എന്നുള്ളതാണ് അല്ലേ? അതുകൊണ്ടായിരിക്കും കടിക്കാതിരുന്നത്. പക്ഷെ എനിക്ക് ആ പടത്തിൽ ഒരുപാട് പാട്ടുകളും അല്ലേ, നല്ല പാട്ടുകളുണ്ടായിരുന്നു. അതിൽ ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാമോ? എനിക്ക് ഇഷ്ടപ്പെട്ട ആ കുരങ്ങുമായിട്ട് മനോഹരമായിരുന്നു. അത് ചേട്ടന്റെ ഓരോരോ കുരങ്ങൾ കാണിക്കുന്ന ആക്ഷൻസ് എനിക്ക് ഇന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ല. അത് കുരങ്ങുകള് കാണിക്കുന്ന കുറെ ആക്ഷൻസ് ഉണ്ട്. എന്നെ കുരങ്ങിന്റെ പോലെ തന്നെ ഞാൻ കാണിച്ചു. അന്ന് മണിച്ചേട്ടൻ വളരെയധികം കഷ്ടപ്പെട്ടു ആ പടത്തിന് വേണ്ടി. ഇന്നാരും കഷ്ടപ്പെടത്തില്ല അങ്ങനെ. അതിനകത്ത് ഒരുപാട് ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്നും ഒറ്റയ്ക്ക് അഭിനയിക്കുന്ന ഒരു രംഗം. പിന്നെ ഈ കാടിന്റെ ഉള്ളിൽ തന്നെയാണ് ഫുള്ളായിട്ട്. ഞങ്ങള് പുലിയെ വരെ കണ്ടു. ഒരു മരച്ചില്ലയില് ചെന്ന് നോക്കുമ്പോ ഒരു പുലി അതിന്റെ മുകളിൽ ഇരുന്നിട്ട് പുലി പടത്തിന്റെ പേര് വരെ ചോദിച്ചു. ഏതാ പടത്തിന്റെ പേരെന്ന് വെച്ച് ക്യാമറ ഒക്കെ ഇട്ടിട്ട് ഓടി എന്റെ കാറ് നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോവാ. നമ്മളും പാസ് ചെയ്തു, മൂത്രം പാസ് ചെയ്തു. അതുവരെ കണ്ട് പേടിച്ചു എന്നുള്ളതാണ്. അങ്ങനെ വണ്ടിയൊക്കെ സോപ്പും പെട്ടി തിരിച്ച മാതിരി അവിടെ നിന്ന് പോകുന്നുള്ള. പക്ഷെ എന്തായാലും ആ പടത്തിലെ ഹക്കീമാണ് ഡയറക്ടർ. അതിന് സാലു സാറ് ക്യാമറ. അതിനകത്ത് ജയേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ജയചേട്ടന് വേണ്ടിയിട്ട് നമുക്ക് ആ കുരങ്ങനെ പറ്റിയൊരു പാട്ട് പാടിൻ്റെയാണ്. തന തിന താന തിന്തിമി തിമി തപ്പടിക്കുമ്പോ തിരിഞ്ഞും മറിഞ്ഞു കാരണം കുത്തണ കുരങ്ങും കുട്ടാപ്പി. പേരുകളിനോട് യോജിപ്പുള്ള പടങ്ങളിൽ മാത്രമാണ് ജയേന്ദ്രേട്ടൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ കുബേരൻ ശരിക്കും പറഞ്ഞൊരു അങ്ങനെ തന്നെയുള്ള ഒരു സ്റ്റൈലിൽ തന്നെ പുള്ളി നിൽക്കുന്നത്. കുബേരനിൽ നമ്മൾ ഊട്ടിയിലായിരുന്നു. ഊട്ടിയിലുണ്ടായ ഒരുപാട് ഹ്യൂമർ കഥകൾ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് കുറെ ചിരിക്കാനുള്ള സംഭവങ്ങൾ ഒത്തിരി ഉണ്ട്. ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം. ഒരു സീൻ, ഞാൻ കോഴിനെ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട് കോഴി ഡ്രസ്സ് ചെയ്യണമെന്ന് ചോദിച്ചു. കോഴിനെ ഡ്രസ്സ് ചെയ്യണമെന്ന്. കോഴിനെ ഡ്രസ്സ് ചെയ്യണോ? വേണ്ട, ഇവിടെ തൊട്ടടുത്തുണ്ട് ഒരു ജെട്ടി ഇടിച്ചാൽ നമുക്ക് അത്ര ഇടിക്കേണ്ട കാര്യമില്ലല്ലോ. അത് സാധാരണ യൂഷ്വലായിട്ട് പറഞ്ഞാണ് കോഴിക്ക് ഡ്രസ്സ് ചെയ്യണോ, ഡ്രസ്സ് ചെയ്യണ്ട, ജെട്ടി ഇടിച്ചാൽ മതി. അത് നമ്മൾ സാധാരണ പറയുന്ന വാക്കുകൾ. അത് കൂടാതെ കണ്ടാണ് അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ദിലീപിനെ അന്വേഷിച്ച് ഞാൻ ചെന്നിട്ട് ഈ ദിലീപ് വിമ്മ് ചായയില് നമ്മൾ തന്നെ കലക്കി കൊടുക്കണം. അത് നേരെ തിരിച്ച് സംയുക്തവർമ്മ തിരിച്ച് ഞങ്ങൾക്ക് വിമ്മ് കലക്കിയാറുണ്ട്. ആ വിമ്മ് കലക്കിയിട്ട് ഒരു മനുഷ്യൻ വിമ്മ് ഇഷ്ടപ്പെടുന്ന എപ്പോഴാന്ന് അറിയാമോ? മനുഷ്യൻ വിമ്മ് ഇഷ്ടപ്പെടുന്ന എപ്പോഴാ? വയറ് വിമ്മ് ഇഷ്ടപ്പെടുന്ന എപ്പോഴാ? ഒരു പെണ്ണ് വിമ്മ് ഇഷ്ടപ്പെടുന്ന എപ്പോഴാ? ഏറ്റവും കൂടുതൽ വിമ്മ് ഇഷ്ടപ്പെടുന്ന സമയം എപ്പോഴാ? ഒരു സ്ത്രീക്ക് എന്തൊക്കെ അസുഖങ്ങൾ പലതും ഉണ്ടാവില്ല, അതിൽ ഏറ്റവും കൂടുതൽ വിമ്മ് ഇഷ്ടപ്പെടുന്ന സമയം എപ്പോഴാ? പെണ്ണ് എന്തെങ്കിലും പറഞ്ഞോ? അല്ല, അപ്പോഴല്ല, പാത്രം കഴിയുമ്പോഴാണ് ഒരു പെണ്ണ് വിമ്മ് ഇഷ്ടപ്പെടാം. വയറിളക്കുന്നല്ല പറഞ്ഞു, ഉടനെ എടുത്ത് തന്നെ പറഞ്ഞു. അതെന്നെ പറഞ്ഞു, ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ വിമ്മ് ഇഷ്ടപ്പെടുന്ന സമയം പാത്രം കഴിയുമ്പോൾ. പക്ഷേ ഇതിനകത്ത് ഈ സംയുക്തവർമ്മ ചെയ്തെന്ന പരിപാടി നേരത്തെ പറഞ്ഞൊരു അനുഭവം, വല്ലാത്തൊരു അനുഭവം. ഞാനൊരു മതിൽ ചാടി ഒരു പോക്ക് പോണ്ട്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാനായാലും നിങ്ങളായാലും ഇങ്ങനെ വന്നാൽ അങ്ങനെ തന്നെ സംഭവിക്കൂ. എന്തായാലും ഞാൻ പറഞ്ഞ് പരിസരം നാറ്റിക്കാനില്ല. അങ്ങനെ കുബേരനിലെ അവസ്ഥ നമ്മൾ കണ്ടു.
ഞങ്ങളത് നേരിട്ട് അനുഭവിച്ചു ലൊക്കേഷനിൽ വെച്ചിട്ട്. പിന്നെ അതുകൂടാണ്ട് ജയേന്ദ്രനായിട്ട് ചേട്ടനായിട്ട് വർക്ക് ചെയ്ത പടമാണ് ഇരുവട്ടം മണവാട്ടി. കാവ്യമാധവൻ, ഗോപൻ കുഞ്ചാക്കോ, ഇന്ദ്രൻ സനൻ, ദിലീപ് ഉണ്ടോ? ഇരുവട്ടം അല്ല, നമ്മൾ ഇരുവട്ടം മണവാട്ടി. ബോബൻ കുഞ്ചാക്കോ, കാവ്യമാധവൻ, ഹരിശ്രീ അശോകൻ ചേട്ടൻ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാനൊരു രാഷ്ട്രീയക്കാരനായിട്ടായിരുന്നു. അതെ, രാഷ്ട്രീയക്കാരൻ. എനിക്കതിനകത്ത് ഒരു അമ്മ അഭിനയിച്ചില്ലേ, എന്റെ അമ്മയായിട്ട് അഭിനയിച്ചു. പേര് പറഞ്ഞു, നാടകത്തിലേക്ക് വലിയ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. നല്ല ആക്ട്രസ് ആയിരുന്നു. നമുക്ക് എനിക്ക് തോന്നുന്നു ആ സീൻ തന്നെ അടിപൊളിയായിട്ട് വന്നു. തീർച്ചയായിട്ടും ഒരു സ്തൂപത്തിന്റെ ഇവിടെ ഈ അമ്മയും മോനും അമ്മ പറയേണ്ടത് നിന്നെ മാതിരി ചെയ്യണം, അങ്ങനെ ചെയ്യണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അങ്ങനത്തെ അമ്മമാര് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അമ്മമാര് നമ്മുടെ നാട്ടിലുണ്ട്. ചേട്ടനമ്മ എന്ത് ചെയ്യണം? എൻ്റെ അമ്മ മരിച്ചിട്ടിപ്പോ 9 വർഷം. സോറി, എനിക്ക് അറിയില്ല കേട്ടോ. എൻ്റെ അച്ഛനും മരിച്ചു. അച്ഛൻ ഭയങ്കര സ്നേഹമുള്ള ആളായിരുന്നു. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ചിലർക്ക് മക്കളായിട്ട് ഭയങ്കര ബന്ധമുണ്ടാവും ഇല്ലേ? അമ്മ എന്ന് പറയുമ്പോൾ തന്നെ ചേട്ടൻ്റെ കണ്ണ് നിറഞ്ഞെന്നുള്ളതാണ്. അപ്പം അമ്മ എത്രയും ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇതില് എൻ്റെ ഈ അമ്മ എനിക്ക് പറഞ്ഞു തരുന്ന ഒരു ഉശരുണ്ട്. അങ്ങനെ ഒരു അമ്മ നമ്മുടെ വീട്ടിൽ ഉണ്ടായെങ്കിൽ എന്ന് തോന്നിപ്പോകുന്ന ഒരു സീനാണ് ഇരുവട്ടം മണവാട്ടിൽ. ആ സീൻ നമ്മളൊന്ന് കണ്ടു. നമ്മൾ കാണിക്കാൻ പോകുന്ന അച്ഛനെയാണ് എനിക്ക് ഇഷ്ടത്തിൽ തന്നെ. ഞാൻ പാടിയ ഒരു ഗാനരംഗമാണ്. അതിനകത്ത് അശ്വിൻ പിന്നെ ജഗദീഷ് ചേട്ടൻ, ഞങ്ങളെല്ലാവരും കൂടി ഒരു സോങ് ആ പാർക്കിലെടുത്ത് ഓർക്കണ്ട, ഞാൻ തന്നെ പാടിയത്. അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് എം ജി ചേട്ടൻ, രാധാകൃഷ്ണൻ സാറാണോ? അതെ.